ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. കുറച്ച് ലേറ്റ് ആയിട്ട് വന്നെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവർക്കും വെൽക്കം ടു 2025. അപ്പൊ ഗൈസ്, നമുക്ക് ഐശ്വര്യമായിട്ട് 2025 പോകാം. എന്റെ കൂടപ്പറപ്പാണവൻ. അവനെ ഇല്ലാണ്ടാക്കിയവനെ ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ഈ മാക്രോ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ മാക്രികളാണ് ഇത്. 2024 മുതലേ ഈ പരമ്പര വന്നു തുടങ്ങിയിട്ടുണ്ട്. 2025 ഈ പരമ്പര ഇപ്പോഴും നീണ്ടു കിടക്കുന്നുണ്ട്. ഈ മാക്രികൾ വന്നതിന് ശേഷം ശരിക്കുള്ള മാക്രികൾക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഈ മാക്രിന്ന് ഉദ്ദേശിച്ച ഞാൻ തവളയാണ്. തവള ശരിക്കുള്ള തവള പറഞ്ഞ് ഞാനോ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇവരിപ്പോ എവിടുന്നോ കയറി വന്നതെന്ന് പറഞ്ഞിട്ട് ബോർഡ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ഒരു മാക്രീനെ മാത്രമേ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. പക്ഷെ വേറെ കുറെ മാക്രികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് സത്യം പറഞ്ഞ ഒരു തവള രോദനമാണ്. എന്തായാലും ഈ മാക്രി രോദനം അവിടെ തുടരട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അടിക്കരുത്. ആരെന്റെ ചെക്കിനെ അടിക്കുന്നേ? പ്രിയ സഖി ഗംഗേ പയറു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ മോഷ്ടിച്ചത്. അത് ശരി, ഞാൻ വിചാരിച്ചു ഇത് ഐഫോണിന് വേണ്ടിയിട്ടാണ്. അല്ല, ഈ ഐഫോൺ എടുക്കാൻ ഇപ്പൊ ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ. അടിക്കരുത് എന്നെല്ലാം പറഞ്ഞ ഞാൻ അതാ വിചാരിച്ചു. അത് തെറ്റാണോ? സമൂഹമേ, വിട്ടോടാ. ഒരു മിനിറ്റ്, ശരിക്കും അടിച്ചു മാറ്റിട്ട് ഇത്ര സമയം എന്റെ പ്രസംഗം അടുത്ത നാട്ടുകാർ കേൾക്കും തോന്നുന്നുണ്ടോ? അതിന്റെ മുമ്പേ ആൾക്കാർ അടി കൊണ്ട് ചത്തുപോയിക്കുണ്ടാ മോനെ. ഇതെന്താ ഇത്? നീ ശരിക്കും അടിച്ചു മാറ്റിട്ട് ഇത്ര സമയം പ്രസംഗിക്കുന്നതാണെങ്കിൽ ആടുള്ള ആൾക്കാർ എനിക്കൊരു പഞ്ഞു വാങ്ങിച്ചു തരൂ. ഇത് കക്കേണ്ട ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നാ പറയേണ്ടത് പറഞ്ഞങ്ങ് തീർക്ക. ഇതെന്താ എങ്ങനെ ബിജെപി ഇട്ട് നീട്ടി കൊണ്ടുപോവാണ്. ഇപ്പൊ അവിടെ എണീച്ചിട്ട് 2025 കൊളാക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം വന്നോളൂ. ഇതാണ് ഗൈസ് സൗണ്ട് ഇല്ലാത്ത പുതിയ പുല്ല് വെട്ടി മെഷീൻ. ഇത് ചൈനയിലെ ജപ്പാൻ നാറ്റോ ഉള്ളതാണ്. ഇവിടെ ഇപ്പൊ 2-3 ഇറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കും കിട്ടുമെങ്കിൽ മാറ്റി വെച്ചോ. ഇതിനൊട്ടും സൗണ്ട് ഉണ്ടാവില്ല. നിങ്ങളെ പുല്ല് മൊത്തം വെട്ടിത്തരും. കണ്ടത്തിൽ ഇട്ടിട്ട് ഈ പാട്ടം ഇട്ടുകൊടുത്താൽ. പിന്നെ കുറെ ആൾക്കാർ ഈ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയറിനെല്ലാം പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളതാന്നെല്ലാം പറയുന്നുണ്ട്. ആ കുത്ത് നല്ലോണം നല്ല കുത്തി തുളക്ക്. ഈ സാധനം അധികം സ്റ്റോക്കില്ല ഗൈസ്. കിട്ടുകയാണെങ്കിൽ മാറ്റി വെച്ചോ. കിട്ടില്ല പുല്ല് വെട്ടിയ ഒരു സൗണ്ടും ഉണ്ടാവില്ല. നല്ല പോലെ വെട്ടിത്തരും. എടാ, വീട്ടത്തിലല്ല കക്കൂസ്താങ്കിയിൽ വരെ നമ്മൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ലൈക്കിനും സപ്പോർട്ടിനും വേണ്ടിട്ട് വീട്ടത്തില് മാത്രമല്ല മോന്ത കുത്താന് ടാങ്കിയിലേ ഇരുന്ന് മീൻചാട്ടടിച്ച് കുളിക്കുന്നവരെ വേറെ പറയുന്നുണ്ട്. ഇവർക്ക് സപ്പോർട്ട് കിട്ടിയാൽ മതി. അടി ഈ ലൈക്കിന് ഫോളോവേഴ്സിനും വേണ്ടിട്ട് എങ്ങനെയാണ് ഇങ്ങനെയല്ല തീയ ഒരുത്ത തീട്ടത്തെ മുക്കി പിടിച്ച് എന്നിട്ട് ഓനിക്ക് എല്ലാം എണീച്ചിട്ട് ചോദിക്കുവാണ് സപ്പോർട്ട് തരാൻ വേണ്ടി. 2024 വരെ ഇതെല്ലാം കാണണ്ടോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി 2025 ഇനി എന്തെല്ലാം വരാൻ പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. 2024 ഇതോടെല്ലാം അങ്ങ് അവസാനിക്കുന്നെല്ലാം വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അതൊരു വിചാരണ മാത്രമാണ്. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇനി എന്തെല്ലാം കാണണോ? ഇവിടെ തീട്ടം വരെ എത്തി. ആൾക്കാർക്ക് ഇപ്പൊ ചെറുതൊന്നും ചെയ്തിട്ട് ലൈക്കൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇമാതിരി സാധനങ്ങൾ ചെയ്യുന്നത്. കണ്ണൻ പ്ലസ് അപ്പി, കണ്ണാപ്പി. 2025 2026 28 കഴിഞ്ഞ് 29 കഴിഞ്ഞ് 30 ആയി കഴിഞ്ഞാലും ഈ കണ്ണൻ പ്ലസ് അപ്പികൾ അങ്ങനെ തന്നെ ഉണ്ടാവും. ഹിന്ദിയിൽ ചപ്പരി എന്ന് പറയും, മലയാള ആൾക്കാർ കണ്ണാപ്പി എന്നും പറയും. ഒന്നും നിർത്താനായിക്കില്ലേ? അതാ ഞാൻ ആലോചിക്കുന്നു. 24 ഈ കണ്ണാപ്പികൾ നിർത്തൂല ഗൈസ്. വൈ വാട്ട്? കണ്ണന്റെ അപ്പി
കണ്ണാപ്പി. तो मेरे दोस्तों आए मैं ये बिस्किट खा रहा था लेकिन इसमें टेस्ट बिल्कुल भी नहीं आ रहा था, इसीलिए आज मैं लेटरिन के पानी से खाऊंगा. ഒരുവിധ കണ്ടന്റ്സ് ഒക്കെ എല്ലാ ആൾക്കാരും ചെയ്ത് കഴിച്ച് അതുകൊണ്ട് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിലാണെങ്കിൽ എന്താണെങ്കിലും ശരി ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. സോ ആരാണ് വെറൈറ്റി അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് അല്ലെങ്കിൽ എന്തേലും പിടിച്ചു നിർത്താൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്യുന്ന അവർക്ക് മാത്രമേ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കക്കൂസിൽ വരെ ബിസ്ക്കറ്റ് മുക്കി തിന്നണ്ട അവിടത്തെ വരെ എത്തി. ഇതെല്ലാം ഇനി നോർമലൈസ് ചെയ്യുമെന്നാണ് എന്റെ ഇത്. ലൈക്കിന് വേണ്ടിട്ട് ഇനി ഇപ്പോ അടുത്ത കുറെ ആൾക്കാർ ഇനി വേറെ പലതും എടുത്ത് റൊട്ടിക്ക് തേച്ചിട്ട് തിന്നോന്നുള്ള കാര്യത്തിൽ അത്ര സംശയമൊന്നും വേണ്ട. കാരണം ഓരോ കൊല്ലം കഴിയുമ്പോൾ ആൾക്കാരുടെ പിരാന്ത് കൂടി വരുന്നുണ്ട്. ഒരാൾക്കൊക്കെ പിരാന്ത് ഇളകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ഇതിങ്ങനെ പരന്ന് പരമ്പര ആയി വരുമ്പോ സത്യം പറഞ്ഞു ഞാൻ പറയുന്നില്ല കൈസ്. കക്കൂസിലുള്ള ബിസ്ക്കറ്റ് മുക്കി തിന്ന് എന്നോടല്ല എന്ത് പറയാനാണ്. ഇവന്റെ തലയിലുള്ളത് കുണ്ടിയിലുള്ളത് തലയിലും ആയിരിക്കും. സോറി കൈസ്, ക്ഷമിക്കാൻ എന്റെ അടുത്ത്. ഐ മീൻ ബ്രെയിൻ ഇവിടെയും ഇവിടെയുള്ള സാധനം ഇവിടെയും. സ്പൈഡർ മോൾ. സ്പൈഡർ മോൾ ഇത് കണ്ടിട്ട് മാർവൽ ഇവക്ക് 12 മിസ് കോൾ വന്നാ പറഞ്ഞത്. അടുത്ത ഇറങ്ങാൻ പോകുന്ന സ്പൈഡർ മോൾ 5 ഇവളാ പീറ്റർ പാർക്കറി കൈവേറി ആക്കാൻ പോകുന്നത്. ചുമരമേ കയറി പോയാണ്ടിക്കാ മോനെ. സ്പൈഡർമേ ശരിക്കുള്ള മണ്ണാന് പോലും ഇങ്ങനെ കയറിപ്പോല. സൂപ്പർ ഡബിളി പോലെ ഉണ്ട് ഓള്, കാലെല്ലാം വളഞ്ഞിട്ട്. സ്പൈഡർ 5 കൺഫേം ഈ സ്പൈഡർ മോളായിരിക്കും. ബ്രോ തിങ്ക് ഹി ഹാവ് ഇൻഫിനിറ്റി ഔറ. ഇത് ഔറല്ലേ, ഇത് അയക്കൂറയാണ്. നല്ല അയക്കൂറ. പച്ചമുളക് കൂട്ടിയിട്ട് തല അറുത്തിട്ട് നല്ല നെയ്യിലിട്ട് പൊരിച്ചിട്ട് തിന്ന ഔറ പോലും. ഇത് ഞാൻ പറഞ്ഞ സാധനം നേരത്തെ കണ്ണൻ പ്ലസ് അപ്പി, കണ്ണന്റെ അപ്പി, കണ്ണാപ്പി. സാറാ ആന്റപ്പന്റെ ആരെങ്കിലും ആണോ? എന്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. 2025 ഞാൻ എന്റെ വായൊന്ന് അടക്കി വെച്ച് നന്നാന്ന് വിചാരിച്ചേന്. പക്ഷെ പറ്റണ്ടേ. ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോ എന്റെ വായി പറ്റുന്നില്ല. കളർ പാന്റ്, മഞ്ഞ തീട്ടം കുപ്പായോ, കണ്ണാപ്പി. ഇതാണ് കണ്ണാപ്പി. चाहे दुख हो चाहे सुख हो दिल ने तुझको ही पुकारा, तूने हमको है बनाया. Oh my god, this bro is trying to very hard every possible way to cuteness. I think you can understand my English. Some people can understand my English, but everyone can not understand my English. And I'm telling this guy is infinity Kanapi. ഏതെല്ലാം ബൈക്കൂട്ട ക്യൂട്ട്നെസ് ഇടാൻ പറ്റുമോ അത് മൊത്തം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ 2 വീഡിയോ ഇട്ടിട്ട് എനിക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണുമ്പോ തന്നെ ക്രിഞ്ച് അടിച്ചിട്ട് പണ്ടാരടങ്ങും. നാവെല്ലാം പുറത്തിട്ടിട്ട് എന്തിലേ കാണിക്കുന്നു, അടിച്ച് പോയിട്ടേ ഇടുന്നു. ഈ കൊല്ലെങ്കിലും സമാധാനത്തിൽ ഒന്ന് ഇരുന്നോട്ടെ. ഒന്നുകൂടി അതൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പൊ ഗൈസ് 2025 തുടക്കം തന്നെ വീഡിയോ ഇടാൻ പറ്റിക്കില്ലെങ്കിലും ഇതാണ് നമ്മുടെ തുടക്കം. സോ നന്നാവെന്ന് പറയാൻ വേണ്ടിട്ട് വന്നതല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നും പറയാൻ വേണ്ടിട്ട് വന്നതല്ല. എന്റെ വ്ളോഗിങ് ചാനൽ അപ്പുറം ഉണ്ട്. നിങ്ങൾക്ക് എന്നെ അങ്ങനെ കാണുന്ന പൂതിയുള്ള ആൾക്കാർക്ക് അപ്പുറം പേര് അപ്പുറം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നതെല്ലാം ഉണ്ട്. സോ വെൽക്കം ടു 2025. പുതിയ അവതാരങ്ങൾ വരും, ഞാൻ വീഡിയോ കൊണ്ട് വരും. അല്ല പെട്ടെന്നൊന്നും വന്നിക്കില്ലെങ്കിലും പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വറി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.